റാസ്കൽ ഇപ്പൊ ജയിലിൽ കിടന്നവൻ സുഖിക്കായിരിക്കും. അവനവിടെ ഒരു സുഖവും ഇല്ല. ആരെന്നറിയോ, അവനെ കണ്ടാ തന്നെ പാവം തോന്നും. അവനെ കണ്ട പാവം തോന്നുന്നു തനിക്കെങ്ങനെ അറിയാം? ചോദിച്ച കേട്ടില്ലേ? അറിയാം. അവന്റെ അവസ്ഥ തനിക്ക് എങ്ങനെ അറിയാമെന്ന് പറയേ. മിത്ര, ജയിലിലെ വിവരങ്ങള് താൻ എങ്ങനെ അറിഞ്ഞു? ആരെങ്കിലും പറഞ്ഞറിഞ്ഞതാണോ? അങ്ങനെ ആരും പറഞ്ഞറിയാൻ വഴിയില്ലല്ലോ. പിന്നെ എങ്ങനെ അറിഞ്ഞേ? പറയേ. ഞാൻ അവനെ കാണാൻ പോയിരുന്നു. എന്താ? അലോകിനെ കാണാൻ ഞാൻ ജയിലിൽ പോയിരുന്നു. എന്നെ അറിയിക്കാതെ താൻ അവനെ കാണാൻ പോയി അല്ലേ? ആര്യ, അവൻ എന്റെ സഹോദരനല്ലേ? സഹോദരനോ? അനു എന്റെ പെങ്ങളാ മിത്ര. ഇത്രയും കാലം അലോക് തന്റെ ശത്രുവായിരുന്നു. എന്നിട്ട് എപ്പോഴാ തനിക്ക് അവൻ ഇത്ര പ്രിയപ്പെട്ടവനായി മാറിയത്? പറയും. അവനെ കാണണമെന്ന് വരെ തോന്നാനുള്ള കാരണം എന്തായിരുന്നു? തനിക്ക് അനുമോളെ കുറിച്ച് എന്തെങ്കിലും ഒരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ അവളെ ഈ അവസ്ഥയിൽ എത്തിച്ച അലോകിനെ കാണാൻ പോകുന്നതിന് മുൻപ് ഒരു വട്ടമെങ്കിലും താനത് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിച്ചേനെ. അനുമോളോട് എനിക്ക് സ്നേഹമില്ലെന്ന് പറയല്ലേ ആര്യ? അങ്ങനെ പറയിപ്പിക്കല്ലേ താൻ ചെയ്യുന്നത്? മിത്ര, താൻ ചെയ്തത് ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല. ആര്യ, ദേഷ്യം വരുമ്പോ എന്തെങ്കിലുമൊക്കെ അങ്ങ് വിളിച്ചു പറയരുത്. എനിക്കിതൊന്നും സഹിക്കാൻ പറ്റില്ല. അലോകിനെ ഞാൻ കാണാൻ പോയി. അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അവനെ കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ആകെ തകർന്നു പോയതുപോലെ തോന്നി. താൻ അലോകിന് വേണ്ടി എന്നോട് വാദിക്കുകയാണല്ലേ? ഞാൻ ആർക്ക് വേണ്ടി വാദിച്ചിട്ടില്ല ആര്യ. പിന്നെ ഇതെന്താ? എടോ, അനുമോളുടെ ജീവിതം തകർത്തവനെ കുറിച്ച് സംസാരിക്കുമ്പോ പോലും തനിക്ക് അവനോടുള്ള സഹതാപം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ആര്യ, മതി. നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. ദേഷ്യം വന്ന് കാട് കയറി ഓരോന്ന് പറയണ്ട. താൻ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. കൃഷ്ണമംഗലത്ത് ഒരു വിഷയം വന്നപ്പോ താൻ കൃഷ്ണമംഗലത്തെ കാര്യായി. ദേവമംഗലത്തെ മാറ്റി നിർത്തി. അതല്ലേ സംഭവിച്ചത്? ആര്യ, ഇങ്ങനെ ഒന്ന് സംസാരിക്കല്ലേ. പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം? എങ്ങനെ സംസാരിക്കണമെന്ന് താൻ എനിക്ക് പറഞ്ഞതാ. അവനെ അങ്ങനെ കണ്ടപ്പോ കണ്ണു നിറഞ്ഞുപോയി. ഞങ്ങൾ ഒരേ രക്തമല്ലേ? എനിക്ക് വേദനിക്കില്ലേ? ആരും എന്താ അത് മനസ്സിലാവാത്ത? എടോ, ഇതേ വേദന എനിക്കില്ലേ? എന്റെ പെങ്ങള് ഞാനും ഒരേ രക്തമല്ലേ? ദേ, എന്തൊക്കെ ന്യായം പറഞ്ഞാലും ഞങ്ങളുടെ അനുമോളെ ഈ അവസ്ഥയിൽ എത്തിച്ചവനെ കാണാൻ പോവാൻ തനിക്ക് എങ്ങനെ തോന്നി? എനിക്ക് തോന്നി, ഞാൻ പോയി. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? താൻ അവനെ കാണാൻ പോയി, ആയിക്കോട്ടെ. പക്ഷെ ഒരു മര്യാദയുടെ പേരില് എന്നോട് ഒരു വാക്ക് പറയാറുന്നല്ലോ. പറഞ്ഞോ? ഇല്ലല്ലോ. എന്നോട് പറയാതിരുന്നതാ എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്. ഞാനത് എതിർക്കുമെന്ന് അറിയാവുന്നുണ്ടായിരുന്നില്ലേ മിത്ര? അങ്ങനെയല്ല. അല്ലേ? അല്ലെങ്കിൽ താൻ എന്നോട് പറയില്ലേ? ഉത്തരം പറ. ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് അവനെ ഒന്ന് കാണണമെന്ന് തോന്നി. അതുകൊണ്ടാ ഞാൻ പോയത്. ഇനി അതിന്റെ പേരിൽ എന്നെ കുറ്റപ്പെടുത്തരുത്. വേദനിച്ചതേ അലോകിനെ കാണാൻ പോയതുകൊണ്ടല്ല, അത് എന്നിൽ നിന്ന് മറച്ചു വെച്ചതുകൊണ്ടാ. തന്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും ഒപ്പം നിന്നത് ഞാനാ. എന്നോട് താൻ ഈ ചതി ചെയ്യാൻ പാടില്ലായിരുന്നു. കുറച്ചും കൂടി ഒരു മാന്യത തനിക്ക് എന്നോട് കാണിക്കാമായിരുന്നു.
ഇല്ല. ആര്യ പ്ലീസ്, എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. ആര്യ, ആര്യ പോവല്ലേ. ഒറ്റയ്ക്ക് ജയിലിൽ പോകാൻ കഴിയുന്ന തനിക്ക് ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യാനും കഴിയും. ആര്യ പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ആര്യ, നല്ല മണമുണ്ടല്ലോ. ആ, ഇന്ന് കറി ഉണ്ടാക്കിയത് അനിക്കുട്ടിയായിരിക്കും. അതെങ്ങനെ നിനക്കറിയാം? അവള് കുക്ക് ചെയ്യുന്ന ദിവസത്തെ കറിയുടെ മണം എനിക്കറിയാം. ഓ, കറി ഉണ്ടാക്കിയത് അനുവനെയാ. ആഹാ, അവളുടെ മൂഡ് മാറാൻ ഞാൻ നിർബന്ധിച്ച് കുക്ക് ചെയ്യിച്ചതാ. ദേ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ. അല്ല, അനു എവിടെ? ആ, അവള് കിച്ചണിലുണ്ട് അച്ഛാ, ഇപ്പൊ വരും. ആ മോളെ, ആരനെവിടെ? ആര്യന് ചെറിയൊരു തലവേദന. കിടക്കുക അങ്ങളെ. തലവേദനയോ? ഞാനും നോക്കിട്ട് വരാം. അല്ല അപ്പച്ചി, എന്താടാ, നിനക്ക് തലവേദനയാണെന്ന് പറഞ്ഞു? ആര് പറഞ്ഞു? ആ, ഭർത്താവിന് തലവേദനയാണെന്ന് ആരാ പറയുന്നേ? മിത്ര പറഞ്ഞു. എന്തു പറ്റിയിടാ? വെയിലുണ്ടോ? ക്ഷീണമൊക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് ഗ്രൗണ്ടിൽ പോകണ്ടായിരുന്നു. അമ്മ പൊക്കോ, കുറച്ചൊന്ന് വിശ്രമിച്ചു കഴിയുമ്പോ തലവേദന മാറിക്കോളൂ. വന്നേ, നീ എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് വന്ന് കിടന്നാ മതി. വാ. വേണ്ടമ്മേ, അമ്മ ചെല്ല്. എന്നാ പിന്നെ കഞ്ഞിയായിട്ട് കഴിക്കാം. വാ. എന്റെ അമ്മ വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്തായാലും പട്ടിണി കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്തെങ്കിലും കഴിച്ചിട്ട് കിടന്നാ മതി. അല്ല, തലവേദനയാണെങ്കിൽ മരുന്നോ മറ്റോ ഇട്. എടാ, വന്ന ആഹാരം കഴിച്ചേ പറ്റൂ. അമ്മേ, വന്നേ, നീ വാ. എണീക്കടാ, വാ ഇങ്ങോട്ട്. എന്താ മോളെ? ആര്യൻ ചേട്ടനെ കാണുന്നില്ല. ഞാൻ പോയി നോക്കാം. വേണ്ട, നീ എവിടെ നിക്ക്, അമ്മ പോയിട്ടുണ്ടല്ലോ. മോളെ, നീ ഇരിക്കുന്നില്ലേ? ഞാൻ പിന്നെ കഴിച്ചോളാം അങ്കിൾ. അതൊരി എനിക്ക് കുറച്ച് പഠിക്കാനുണ്ട്. ഇപ്പൊ കഴിച്ചാ ഉറക്കം വരും. അതാ പഠിച്ചു കഴിഞ്ഞിട്ട് കഴിക്കാന്ന് വിചാരിച്ചേ. ഇങ്ങോട്ട് വാടാ. അമ്മേ, എനിക്ക് വിശപ്പില്ല. ചേടാ, നീ ആദ്യം പറഞ്ഞു തലവേദനയാണെന്ന്, ഇപ്പൊ പറയുന്നു വിശപ്പില്ലാന്ന്. ഇരുന്നേ, അങ്ങോട്ട് ഇരിക്കേ. ഇരിക്കണ അങ്ങോട്ട്. എന്താ? തലവേദനയാണെന്ന് എന്നോട് പറഞ്ഞേ. വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ മിത്രേ? ഇല്ലപ്പച്ചി, വേറൊരു കാര്യമില്ല. ട്രാവൽ ഏജൻസി തുടങ്ങാൻ പറ്റാത്തതിന്റെ വിഷമായിരിക്കും അല്ലേ ആര്യ? ആണോടാ, അതാണോ കാര്യം? ഏട്ടാ, നമ്മൾ സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങാൻ ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു 100 കൂട്ടം നൂലാമാലകളുണ്ട്. ആ ഫ്രസ്ട്രേഷൻ എല്ലാവർക്കും മനസ്സിലാവും. ട്രാവൽ ഏജൻസി തുടങ്ങാൻ നിനക്ക് എത്ര രൂപ വേണ്ടി വരും? അത് പുതിയൊരു ബിസിനസ് തുടങ്ങാൻ പോകുമ്പോ അതിനാവശ്യമായ തുക എത്രയാണെന്ന് നിനക്കറിയില്ലേ? അറിയാം. എന്നാ എത്രയാണെന്ന് പറ. പറയടാ. നോക്കിയിരിക്കാതെ കഴിച്ചേ. മിത്രേ, കുറച്ച് കറി വിളമ്പി കൊടുക്കും. എടുക്ക. ചേച്ചി കഴിക്കുന്നില്ലേ? അയ്യോ, 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 അങ്ങള് സോറി. മോളെന്തിനാ സോറി പറയുന്നത്? അവൻ ആ പ്ലേറ്റ് മാറ്റിയതുകൊണ്ടല്ലേ? ആര്യ,
നിനക്ക് എന്താ പറ്റിയത്? ആര്യ, ഡാ, ആര്യ മോളെ എന്താ പ്രശ്നം? എന്താ അവന് പറ്റിയേ? അത് പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല അങ്കിൾ. ഒരു പ്രശ്നമില്ലെന്ന് പറയരുത്. മിത്രേ, എന്താണെങ്കിലും പറ. വേറെ ഒരു പ്രശ്നമില്ല അച്ഛാ. പിന്നെ അതെങ്ങനെ മീനുവിനറിയാം? അത് അച്ഛാ, നമ്മളൊരു കാര്യം നേടാൻ ആഗ്രഹിച്ചിട്ട് അത് നടക്കാതാവുമ്പോ നമ്മുടെ മനസ്സൊന്ന് പതറിപ്പോവില്ലേ? ആ പതർച്ചേ ആരിനിപ്പോ ഉള്ളൂ, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. അങ്കിളെ, ഞാൻ കഴിയത്തരാം. വേണ്ട. ശരീരത്തിൽ ഇത്തിരി കറി വീണ നമുക്കത് വെള്ളം കൊണ്ട് തുടച്ചു കളയാം. പക്ഷെ അതേ കറ മനസ്സിലാ വീഴുന്നെങ്കിൽ അതങ്ങനെ അവിടെ കിടക്കും, മായ്ച്ചാലും തുടച്ചാലും പോവാതെ. അമ്മേ, ഞാനും നന്ദിതയും കൂടി ഒരു കാര്യം ഒന്ന് തീരുമാനിച്ചു. ഞങ്ങൾ നാളെ മിത്രയെ ചെന്ന് വിളിക്കും. അവസാനം ഏട്ടന്റെ തലയിൽ വെളിച്ചം കയറി. ഞങ്ങളിത് എന്നേ പറയുന്നതാ. അനിതേട്ടാ, ഇതൊരു വാശിയാ. ആദ്യം അനുശ്രീ തിരിച്ചുപോയി, പിന്നെ ആലോകിനെ ജയിലിലാക്കി. അതിനൊക്കെ കൂടിയുള്ള മറുപടി ആയിരിക്കണം ഇത്, അതെ. അല്ലേ? സന്തോഷമായി കഴിയുന്നവരെ തമ്മിൽ പിരിക്കണ്ടെന്നാ എന്റെ അഭിപ്രായം. ആര് സന്തോഷമായി കഴിയുന്നെന്ന്? നീ മിത്രയുടെ മനസ്സിനകത്ത് കയറി നോക്കിയോടാ. എടാ, ആ പാവം അവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി കൊതിച്ചിരിക്കുക. പെട്ടുപോയ സ്ഥിതിക്ക് സന്തോഷം അഭിനയിച്ച് നിൽക്കുക. അങ്ങനൊന്നും അല്ല, അവര് വലിയ സ്നേഹത്തിലാ. എടാ, അനന്തേട്ടനെ നന്ദിതേട്ടത്തെ മനസ്സുകൊണ്ട് തയ്യാറെടുത്ത് വരുമ്പോ നീ എന്തിനാടാ തണുപ്പിച്ച് കളയുന്നേ? എന്റെ അഭിപ്രായം ഞാൻ പറയാം. മിത്രയും ആര്യനെയും കൂടി വിളിച്ചൂടെ? വേണ്ട, അത് ഞാൻ സമ്മതിക്കില്ല. അമ്മയും കണ്ടതല്ലേ, അലോകിനെ കൊല്ലാൻ നിന്നല്ലേ അവൻ. കോടതിയിൽ ആകാശവും ആനന്ദമൊന്നും വന്നില്ല. കൂടെ വന്നത് ഈ ആര്യനാ. അവനെ അംഗീകരിക്കാനൊന്നും പറ്റില്ല, ഇനിയും ആരെന്തു പറഞ്ഞാലും. മിത്രയും തിരിച്ചു വന്ന് അലോകൻ ജയിലിൽ നിന്ന് വന്നു കഴിഞ്ഞാ പിന്നെ നമുക്കിവിടെ സന്തോഷമായിരിക്കും. കൃഷ്ണമംഗലത്തിന്റെ മുഖഛായ തന്നെ മാറും അമ്മേ. അല്ല, ഏട്ടനെപ്പോഴാ ദേവമംഗലത്തേക്ക് പോകുന്നേ? രാവിലെ തന്നെ പോവാം. ചെന്ന് വിളിക്കുമ്പോ അവള് വരുന്നില്ലെന്നൊക്കെ പറയായിരിക്കും. പക്ഷെ സമ്മതിച്ചു കൊടുക്കരുതേ. ഞങ്ങള് നിർബന്ധിക്കും, പക്ഷേ ബലം പ്രയോഗിക്കാൻ പറ്റില്ലല്ലോ. എന്തുകൊണ്ട് പറ്റില്ല? വേണമെങ്കിൽ ബലവും പ്രയോഗിക്കാം. ഇനി എന്തൊക്കെ ചെയ്താലും മിത്ര വരാൻ പോകുന്നില്ല. അത് ഏട്ടൻ നോക്കിക്കോളും. നാളെ മിത്ര ഞങ്ങളോടൊപ്പം വരുമെന്ന് തന്നെയാ എന്റെ മനസ്സ് പറയുന്നത്. കിടക്കാറായില്ലേ? കുറച്ചുകൂടി ഉണ്ട്. അത് നാളെ ചെയ്താലും പോരെ? ആകാശ്, സർക്കാർ ഓഫീസുകളിലെ ഓരോ ഫയലുകളിലും ഓരോ ജീവിതമുണ്ട്. ഇതിലൊരു ഒപ്പിടാൻ വൈകുന്ന ഓരോ നിമിഷവും ബുദ്ധിമുട്ടിലാവുന്നതേ ആ ജീവിതം കൂടിയാ. അല്ല, എന്റെ മീനാക്ഷി സ്റ്റോറിന്റെ ലൈസൻസിന്റെ കാര്യത്തിൽ ഈ സെന്റിമെന്റ്സ് ഒന്നും കണ്ടില്ലല്ലോ. ലൈസൻസ് ഒപ്പിടില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അന്നും പറഞ്ഞിട്ടില്ല, ഇപ്പോഴും പറയുന്നില്ല. പക്ഷെ ഡോക്യുമെന്റ്സ് പെർഫെക്റ്റ് ആയിരിക്കണം. ഒറിജിനൽ ഡോക്യുമെന്റ്സ് ഹാജരാക്കി കഴിഞ്ഞാൽ ലൈസൻസ് തരാം. മീനു, അല്ല, നമ്മുടെ ആര്യനും മിത്രയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, എനിക്കങ്ങനെ തോന്നി. അവർക്കിടയിൽ എന്തോ അകൽച്ചയുള്ളതുപോലെ. അവര് തമ്മിൽ പ്രശ്നമൊന്നുമില്ല. ആര്യന്റെ ടെൻഷൻ ആ ട്രാവൽ ഏജൻസിയുടെ കാര്യത്തിലാ. ഇതുവരെ ലോണൊന്നും ശരിയായില്ലല്ലോ.
അതല്ലാതെ അവർക്കിടയിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് നിനക്ക് ഉറപ്പാണല്ലോ. അതേന്നേ, നമ്മൾ തമ്മിൽ ചിലപ്പോ വഴക്കിടും, പിണങ്ങും. അവര് തമ്മിൽ അങ്ങനെ പോലും ഉണ്ടാവാറില്ല. രണ്ടുപേർക്കും പരസ്പരം അത്രയ്ക്ക് ഇഷ്ടം. ആ, അതെനിക്ക് മനസ്സിലായില്ല. നമ്മൾ വഴക്കിടും, ശരിയാ. പക്ഷേ നമ്മുടെ പരസ്പര സ്നേഹത്തിന് എന്തെങ്കിലും കുറവുണ്ടോ? എന്റെ ചക്കരേ, സ്നേഹത്തിന് കുറവുണ്ടെന്ന് ഞാൻ പറഞ്ഞോ? ഒന്നുകൂടെ അങ്ങനെയൊന്ന് പിടിച്ചേ. അയ്യാടാ. മീനു, മീനുനെ ഇവിടെ ഒരുപാട് ജോലിയുണ്ട്. മീനു, ഇപ്പൊ ഈ മുറിയില് ഒരു 3-4 കുട്ടികൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവരിവിടെയൊക്കെ ഓടിച്ചാടി കളിച്ച് എന്ത് രസമായിരുന്നല്ലേ. 3-4 കുട്ടികളോ? വേണ്ട, 2 കുട്ടികൾ. ഒരെണ്ണമെങ്കിലും. അതൊക്കെ അതിന്റെ സമയമാകുമ്പോ അങ്ങ് നടന്നോളൂ. മീനു, എന്താ? അതെ, ആദ്യമായിട്ട് നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയൊരു ഫീലുണ്ട്. നമ്മുടെ ഉള്ളിലിരുന്ന് ആരോ പറയില്ലേ, ദേ നിന്റെ പെൺകൊച്ചെന്ന്. നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും ഇപ്പോഴും നിന്നെ കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ അതേ ഫീലാണെന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കുമോ? എപ്പോഴും മീനു, നിന്നെ ഞാൻ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിലോ? കുറച്ചുകൂടി കൊള്ളാവുന്നൊരുത്തനെ എന്റെ ഭർത്താവായിട്ട് എനിക്ക് കിട്ടിയേനെ. ശരിയാ, എന്നെക്കാളും നല്ലൊരാളെ നിനക്ക് കിട്ടിയേനെ. പക്ഷേ നിന്റെ അത്രയും നല്ലൊരു പെണ്ണിനെ ഒരിക്കലും എനിക്ക് കിട്ടില്ലായിരുന്നേ. സത്യം. സൈക്കോളജിക്കൽ മൂവ്. കൊള്ളാം മോനെ, നിന്നെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. അയ്യാടാ മോനെ, മര്യാദ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഉറങ്ങാനോ? തുടങ്ങി. ചേടാ, അങ്ങോട്ട് മാറ്. ആര്യ, എനിക്ക് എന്റെ ക്യാരക്ടർ ഉണ്ട്, അത് ഹേർട്ട് ചെയ്യരുത്. ആ, നിനക്ക് മാത്രമല്ല എനിക്കുണ്ട് ക്യാരക്ടർ. എന്നെ മറച്ചു വെച്ച് എനിക്ക് ഇഷ്ടമില്ലാത്ത ആളെ കാണാൻ എന്റെ ഭാര്യ പോയി എന്ന് വെച്ചാ അതെന്നെ അപമാനിക്കുന്ന തന്നെയാ. ആര്യ, ഞാൻ പലവട്ടം പറഞ്ഞു, എനിക്ക് അലോകിനോട് പ്രത്യേകിച്ച് ഒരു സ്നേഹവും ഇല്ല. അവൻ എനിക്കും ശത്രു തന്നെയാ. പക്ഷെ എല്ലാ മനുഷ്യരിലും ചില വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ഉണ്ടാവും. അവൻ എന്റെ സഹോദരനും കൂടിയാ. ജയിലിലെ കാര്യങ്ങൾ അറിഞ്ഞപ്പോ എനിക്ക് വിഷമായി. ആരിന്റെ അനുവാദമില്ലാതെ ഞാൻ അവനെ കാണാൻ പോയി. മനസ്സിലൊരു ശൂന്യതയായിരുന്നു. അങ്ങനെ അങ്ങ് ഞാൻ പോയതാ. അതിന് ഞാൻ ക്ഷമയും ചോദിച്ചു. ഇതിൽ കൂടുതൽ കാലു പിടിക്കാനൊന്നും വയ്യ. അതെ, നീ വലിയ സാഹിത്യമൊന്നും പറയണ്ട. സഹോദര സ്നേഹം, വികാരങ്ങളും വിചാരങ്ങളും, മനസ്സിലെ ശൂന്യത. അതെ, എന്റെ ചെകിടത്തടിക്കുന്ന പോലുള്ള പ്രവൃത്തികൾ ചെയ്തു വെച്ചിട്ടേ സമത്വവും സാഹോദര്യവും പ്രസംഗിക്കുവാണോ? ദേവമംഗലത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാ.
ശത്രുക്കളുമായിട്ട് കൂട്ടുകൂടുന്നവർക്കുള്ള താവളമല്ല. ആര്യ, ആര്യൻ ഇപ്പൊ പറഞ്ഞില്ലേ ദേവമംഗലം ദേവമംഗലത്തുകാർക്കുള്ളതാണെന്ന്? അതെന്തുദ്ദേശിച്ചിട്ടാ? എല്ലാം ഉദ്ദേശിച്ചിട്ട് തന്നെയാ. എന്നുവെച്ചാ ഞാൻ ഈ വീട്ടിൽ നിൽക്കേണ്ട കാര്യമില്ലെന്നല്ലേ? അതെ, ഇതിനുത്തരം പറഞ്ഞിട്ട് മതി കിടക്കുന്നത്. ദേവമംഗലത്ത് എന്നെ ആവശ്യമില്ലെന്നല്ലേ ആരും പറഞ്ഞതിന്റെ അർത്ഥം? ആ, അങ്ങനെയെങ്കിൽ അങ്ങനെ. എന്നുവെച്ചാ ഞാൻ എങ്ങോട്ട് പോയാലും ആര്യന് കുഴപ്പമില്ലെന്നല്ലേ? ഹ, ഒന്ന് ശല്യപ്പെടുത്താതെ ചെന്ന് കിടക്കുന്നുണ്ടോ? ശരി, ഞാനിവിടുന്ന് പോയേക്കാം. ഓ, പോവാനാണോ? പോവുകയോ വരികയോ എന്താന്ന് വെച്ചാ ചെയ്യേ. ആര്യ, സീരിയസ് ആയിട്ടാണോ? ആ, സീരിയസ് ആയിട്ട് തന്നെയാ. എന്നാ ഞാൻ പോവും. ആ, എങ്ങോട്ട് പോവും? ലോക പ്രശസ്തമായ പുണ്യസങ്കേതമായ കൃഷ്ണമംഗലത്തേക്കോ? ആ, ചെന്നാ മതി. പട്ട് വിരിച്ച് പനിനീരും തളിച്ചങ്ങ് സ്വീകരിക്കും. ചെല്ല്. ഞാൻ അങ്ങോട്ട് ചെല്ലണ്ട. എനിക്കിവിടെ വിഷമമാണെന്ന് അവരറിഞ്ഞാ മതി. അടുത്ത നിമിഷം അവര് വരും, എന്നെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും. എന്നിട്ട് രാജകുമാരിയായി വാഴിക്കും. രാജകുമാരിയായിട്ടല്ല, റാണിയായിട്ട് വാഴും ഞാൻ അവിടെ. ആ, ഇങ്ങനെ അങ്ങ് കോമഡി പറയല്ലേ. അറ്റാക്ക് വരും എനിക്ക്. വിഷമിക്കുന്നുണ്ടെന്നറിഞ്ഞാ അവരങ്ങ് വിളിച്ചോണ്ട് പോകും പോലും. അതെ, തലേന്ന് പോയതേ പുണ്യൊന്നും പറഞ്ഞ അവരവിടെ ഇരിക്കുന്നത്. എടി, നിന്നെ അവർക്ക് വേണ്ട. അല്ലെങ്കിൽ എന്നെ വന്ന് വിളിച്ചേനെ. വാക്കുകളുടെ അർത്ഥമൊക്കെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണല്ലോ അല്ലേ ഈ പറയുന്നത്? ശോ, ഇതൊരു വലിയ ശല്യമായല്ലോ. ഞാൻ പോയേക്കാം. ഓ, വിളിച്ച് പറ നീ ഇവിടെ വലിയ ദുരിതത്തിലും ദുഃഖത്തിലും ആണെന്ന്. പറയാതെ തന്നെ എന്റെ അച്ഛൻ അറിയും, വരും, വിളിക്കും. ഞാൻ കൂടെ പോവുകയും ചെയ്യും. അങ്ങനെ മിത്രമോളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. അതെ, മിത്ര ആര്യന്റെ ഭാര്യ. അവൾ ഇവിടെ തന്നെ കഴിയും. അല്ല നന്ദിത, അത് എങ്ങനെ ശരിയാവും? ഗോമതി, നിന്നോട് സ്നേഹമുള്ളത് കൊണ്ടാ മോളെ നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ ഞങ്ങൾ വന്നത്. ഇനി നിന്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നീ തനിച്ചല്ല, ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടാവും.